ഈ സിറിയയുടെ കാര്യം വലിയ കഷ്ടമാണ്. എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നതെന്ന് അറിയില്ല. ഇസ്രായേൽ കയറി അടിക്കുന്നു, ഇസ്രായേൽ അടിക്കുന്നില്ല, കയറി ചെല്ലുവാണ്. വിമതന്മാർ ഭരണം പിടിച്ചെടുത്തു. അതിനിടയ്ക്ക് അമേരിക്കയുടെ വ്യോമാക്രമണം. എന്താണ് അമേരിക്കയ്ക്ക് എന്താ പെട്ടെന്നൊരു ഭൂതോദയം? അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ അവസരം മുതലെടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കേന്ദ്രങ്ങളിലാണ് മധ്യ സിറിയയിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മുഹമ്മദ് അൽ ബഷീർ എന്ന് പറഞ്ഞ ആളെയാണ് ഇടക്കാല സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നത്. മുഹമ്മദ് അൽ ബഷീർ. അപ്പോൾ നേരത്തെ അൽ ജലാലി പ്രധാനമന്ത്രി ആകും എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും HTS അതിന് തയ്യാറായിട്ടില്ല. കാരണം വേറൊരാളെ പിടിച്ച് ആക്കുന്നതിൽ താല്പര്യമില്ല, നമ്മുടെ ആൾ തന്നെ വേണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ഒരു ഭരണകൂടം ഇദ്ലിബിൽ ഉണ്ടായിരുന്നു. HTSൻ്റെ കേന്ദ്രമായിരുന്നു അവിടെ. സിറിയൻ സാൽവേഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ചെറിയ പെട്ടിക്കട പോലത്തെ ഒരു ഭരണകൂടം, അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളെയാണ് പിടിച്ച് ഇപ്പോൾ സിറിയയുടെ പ്രധാനമന്ത്രിയാക്കി വച്ചിരിക്കുന്നത്. അയാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ശരീഅത്തിൽ ആണ് നിയമബിരുദം. 2021 അയാളെ അവിടെ ഇദ്ലിബിൽ പ്രധാനമന്ത്രിയാക്കി വച്ചിരിക്കുന്നത്. അയാൾ ഇവരുടെ ശൂര കൗൺസിലിൽ അംഗമാണ്. എന്ന് പറഞ്ഞാൽ കിട്ടിയല്ലോ, വലിയ സംഭവമാണ്. അതെ, കടുത്ത തീവ്രവാദിയാണ്. അതെ, ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഗതിയിലേക്ക് പോവും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് സെൻകോം ആണ് ഈ ആക്ഷൻ എടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ വിമാന വ്യൂഹം, ഫ്ലീറ്റ് എന്നൊക്കെ പറയാമല്ലോ. US എയർഫോഴ്സ് B-52 സ്ട്രാറ്റോ 4 മറ്റേ ബോംബേഴ്സ്, ഇത് പിന്നെ F-15E സ്ട്രൈക്ക് ഈഗിൾസ്, ഈ വിമാനങ്ങളുടെ ഒരു വ്യൂഹം ആണ് ഈ ബോംബാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ബോംബ് മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല, മിസൈലാണെന്നും പറഞ്ഞിട്ടില്ല. ആയുധങ്ങൾ വിമാനങ്ങളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു, വർഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. A-10 തണ്ടർബോൾട്ട് 2 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഉണ്ടായിരുന്നു ഈ ആക്രമണങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ IS കേന്ദ്രങ്ങൾ മാത്രമല്ല, IS നേതാക്കൾ, ISൻ്റെ പോരാളികൾ, ISൻ്റെ ക്യാമ്പുകൾ, ഇവിടെയൊക്കെ ബോംബിട്ടിട്ടുണ്ട്. 75 കേന്ദ്രങ്ങളിലാണ് ബോംബ് മിസൈൽ വർഷം ഒക്കെ നടന്നിരിക്കുന്നത്. സെൻകോം ചെയ്തിരിക്കുന്നത് 140 ആയുധങ്ങൾ വർഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രം തകർക്കണം എന്നുണ്ടെങ്കിൽ അത് ഗൈഡഡ് മിസൈലോ ഒക്കെ ആയിരിക്കണം. കാരണം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. കാഷ്വാലിറ്റി അതാണ് ഞാൻ ആലോചിക്കരുത്. ഇത് ഇത്രയും ആക്രമണം നടത്തിയെന്നല്ല, എത്ര പേര് മരിച്ചു എന്നൊന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയണം, അവിടെ പറയാനെങ്കിലും ബാക്കി വേണ്ട. കാരണം ഇനി ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയ കേന്ദ്രമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ 2019 ഈ IS കാലിഫേറ്റ്, ഖിലാഫത്ത് എന്ന് പറഞ്ഞ പരിപാടി ഇറാഖിലെ അമേരിക്ക തകർത്തതാണ്. അൽ ബാഗ്ദാദിയെ കൊന്നതോടുകൂടി അതിൻ്റെ കഥ തീർന്നാണ്. ഓപ്പറേഷൻ ഇൻഹറൻറ്റ് റിസോൾവ് എന്നായിരുന്നു അതിൻ്റെ പേര് പരിപാടിയുടെ. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു. സിറിയയിൽ അമേരിക്കയ്ക്ക് 900 ഭടന്മാരുണ്ട് ഇപ്പോഴും. അവിടെ ഒരു സേനയുണ്ട്, ഈ ISൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. പിന്നെ കുർദിഷ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്, SDF. അത് അമേരിക്കൻ സേനയുടെ കൂടെയാണ്, ഈ കുർദുകളുടെ സേന. അവരുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ISനെതിരെ ഫൈറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മാറ്റം വരുന്നത് വരെ. അവശിഷ്ട ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് കുർദിഷ് ഫോഴ്സിൻ്റെ കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അപ്പോൾ ഇനി ഇത് ബാക്കിയുണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന് സെൻകോമിൻ്റെ ജനറൽ എറിക് കൂറില്ല
പറഞ്ഞിട്ടുണ്ട്. ഈ SDF, ഈ കുർദുകളുടെ സേന, അതും തുർക്കി പിന്തുണയ്ക്കുന്ന മിലിഷ്യ ഉണ്ടല്ലോ അവിടുത്തെ, സിറിയൻ നാഷണൽ ആർമി SNA, അവർ തമ്മിൽ അത്ര രസത്തിലല്ല. അവർ തമ്മിൽ പോരുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം 8-ാം തീയതി ഈ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ തുർക്കിയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിരുന്നു. ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ പിന്തുണയ്ക്കുന്ന സേനയും ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഈ കുർദ് സേനയും തമ്മിൽ തർക്കമൊന്നും ഉണ്ടാകാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയുണ്ടാകാതെ നോക്കണം. ഇപ്പം ഏറ്റവും വലിയ അംഗം എന്നുള്ളതിലേക്ക് പറയാമല്ലോ നോക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സേനയെ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിവൃത്തിയില്ല, കുറേ കാലം കൂടി അവിടെ ഉണ്ടാവും. അമേരിക്ക ഈ ഇപ്പോഴത്തെ HTSനെ എൻ്റെ നേതാവില്ലേ ജുലാനി, അയാളെ ഭീകരനായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ സംഘടനയെ ഭീകര സംഘടന എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക അത് പിൻവലിച്ചിട്ടില്ല. ബ്രിട്ടൻ അത് ഇന്നലെ പിൻവലിച്ചു. ഈ ഭീകര സംഘടനയാണ് ഇയാൾ UK പിൻവലിച്ചു. അമേരിക്ക $1 മില്യൺ $10 മില്യനോ മറ്റോ തലയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു. 30 ലക്ഷം രൂപയോ നമ്മുടെ കറൻസിക്ക്. അപ്പോൾ അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക്, അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഇയാൾ ഭീഷണിയാണ്, ഈ സംഘടന ഭീഷണിയാണെന്നാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട്. ഇറാനിലാണെങ്കിൽ ഒരു ആരായിരിക്കണം അനന്തരാവകാശി എന്നുള്ള പ്രതിസന്ധി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനാണെങ്കിൽ അയലത്ത് ഇറാൻ തുണയ്ക്കുന്ന ഷിയ ജിഹാദി വേണോ, തുർക്കി തുണയ്ക്കുന്ന സുന്നി ജിഹാദി വേണോ, ഇതാണ് ഏത് വേണം എന്നുള്ളത്. അപ്പം നേരത്തെ ഒരു ഇസ്രായേൽ നേതാവ് പറഞ്ഞതുപോലെ രണ്ടും പരസ്പരം ദുർബലപ്പെടുത്തുമല്ലോ, അതുകൊണ്ട് രണ്ടിനും വിജയം ആശംസിക്കാം നമുക്ക് എന്നാണ് ഇസ്രായേലിൻ്റെ നയം എന്ന് പറയുന്നു. തുർക്കി തുണയ്ക്കുന്നത് സിറിയൻ നാഷണൽ ആർമിയെ ആണ്. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് സിറിയൻ നാഷണൽ ആർമി HTSൻ്റെ കൂടെ ഉണ്ട്. ഈ അസദ് പോകണമെന്ന് ഇസ്രയേലിന് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അസദ് എന്താന്ന് വെച്ചാൽ ദുർബലനായിട്ട് ഇങ്ങനെ നിന്നോട്ടെ, നമുക്ക് കുഴപ്പം, അയാളെ കൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ അൽഖയ്ദ IS പോലുള്ള അൽഖയ്ദ അസദിനെ പിടിച്ചു കൊടുത്ത $10 മില്യൺ ഓഫർ ചെയ്തിട്ടുണ്ട്. അയാൾ സുന്നിയും അല്ലല്ലോ. അപ്പോൾ ഈ അസദിനെ നേരിട്ട് ലക്ഷ്യം വെച്ചില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രയേൽ ഈ റഷ്യൻ മറ്റേ ആയുധ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അസദിനൊന്നും ലക്ഷ്യം വെച്ചില്ല. മാത്രമല്ല അസദ് പോകെ UAE ഒക്കെ ആയിട്ട് അടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ടോക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ അട്ടിമറിക്ക് പിന്നിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പങ്കുണ്ടെന്നുള്ള തിയറിയുണ്ട്. ആ തിയറിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ മറ്റേ ജെറുസലേം പോസ്റ്റ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പറയുന്നത് ഇയാളിങ്ങനെ വേണമെങ്കിൽ കുറച്ച് കാലം ഇരുന്നോട്ടെ എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോകണമെന്നില്ലായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. അതിൻ്റെ നമുക്കറിയില്ല. ഈ അസദ് UAEയുടെ കൂടെ ചേരും എന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ടോക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുർദുകളെ തുരത്താനായിട്ട് തുർക്കിക്ക് താല്പര്യം, പക്ഷേ അമേരിക്ക അതിനെതിരെ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. 35 ലക്ഷം സിറിയക്കാരെ തുർക്കിക്ക് തിരിച്ച് ഇങ്ങോട്ട് അതിർത്തിയിൽ വന്ന് കാത്തുകെട്ടി കിടക്കുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. വടക്കൻ സിറിയയിലേക്ക് തിരിച്ചുവിടാനുണ്ട്. അപ്പോൾ വടക്കൻ സിറിയയിൽ തുർക്കിയും സിറിയൻ നാഷണൽ ആർമിയും ആണ് വടക്കൻ സിറിയയിൽ സ്വാധീനം, അവരുടെ സ്വാധീനമാണ്. അപ്പോൾ സിറിയ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ 2 or 3 അല്ല ഇപ്പൊ തന്നെ 4 കഷ്ണം മറ്റാണ് കഷ്ണമായിട്ട് ഓരോരോ താല്പര്യങ്ങളിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ അമേരിക്കയുടെ ഒരു ആക്രമണം കൂടി നടന്നിരിക്കുന്നു. ഇസ്രയേൽ അങ്ങോട്ട് കടക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നൊരു രാജ്യമാണല്ലേ ഇസ്ലാമിക ശക്തികൾ വന്ന് ആ രാജ്യത്തെ കാർന്ന് തിന്ന് അവസാനം
ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ 3-4 കഷ്ണങ്ങളായി. ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾ അവിടെ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, ഒരു 10 വർഷത്തിനിടയ്ക്ക്. അതെ. അപ്പോൾ ഒരു പക്ഷേ ഒരു വീട്ടിൽ എത്രയോ ഒന്നിലേറെ ആളുകൾ, മരണം നടക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. എത്ര വലിയ ദയനീയാവസ്ഥയാണ് അല്ലേ? ഈ ജനങ്ങളും എല്ലാം ചെയ്തതാണോ? ചില അധികാരമോഹികൾ മതത്തിൻ്റെ പേരിൽ ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ താല്പര്യങ്ങൾ, മതത്തിൻ്റെ താല്പര്യങ്ങളുടെ പേരിൽ ഈ മനുഷ്യൻ ബലിയാടാവുകയാണ്. അതെ. അതിൽ അവിടെ ഭരിക്കേണ്ടത് ഒരു ഷിയ ആണെന്ന് ഇറാൻ കരുതി. അതൊരു ഷിയ രാജ്യമായിട്ട് നമ്മുടെ ഉപഗ്രഹമായിട്ട് അത് നിന്നോളും. അല്ലേ, ക്രൈസ്തവർക്ക് സാധുക്കളാണ്, അവരുടെ രാജ്യങ്ങളല്ലേ ഈ പോയത്. അത് പിടിച്ചെടുക്കാൻ ഒരു അമേരിക്കയോ ആരും അവരെ സഹായിക്കാനുമില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അമേരിക്ക ഈ വക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഒരു ആക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേന്ദ്രങ്ങളിൽ നടത്തി കഴിഞ്ഞു. നൈലിലും തെംസിലും ഒക്കെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. യു കെ കണ്ടില്ലേ, പേരുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേരുകൾ മുഹമ്മദ് എന്നാണ് കുട്ടികൾ. അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. കയ്യിൽ നിന്ന് പോയി. അമേരിക്ക ഈ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മാർപ്പാപ്പ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയായിപ്പോയി. അത് പക്ഷെ മാർപ്പാപ്പ അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, കത്തോലിക്കർ അവിടെ കുറവാണ്. അതാണ് പ്രശ്നം, പ്രൊട്ടസ്റ്റന്റ് ആണല്ലോ അല്ലേ, ഇതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.